നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ആൻഡ് സ്കെച്ച് ദിസ് പെർട്ടിക്കുലർ കർവ്. കൃത്യമായി എക്സ് ഇൻറ്റു വൈ ടേം ഉണ്ട്, ക്രോസ് പ്രോഡക്റ്റ് ടേം ഉണ്ട്, റൊട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. എക്സ് ഇൻറ്റു വൈ ടേം ഉണ്ടെങ്കിൽ, അതായത് ക്രോസ് പ്രോഡക്റ്റ് ടേം ഉണ്ടെങ്കിൽ ഉറപ്പാണ് റൊട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആ റൊട്ടേഷൻ എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. എ വാല്യൂ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 153. ബി വാല്യൂ ക്രോസ് പ്രോഡക്റ്റിന്റെ കോഎഫിഷ്യന്റ് -192. സി വാല്യൂ വൈ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 97. കോട്ട് 2 theta equal to a minus c by b. a minus c by b. ഇതാണ് cot 2 theta വാല്യൂ. Therefore, this is equal to 153 minus 97 by minus 192. 153 minus 97 എന്ന് പറയുമ്പോൾ 56 കിട്ടും. 56 by minus 192. ഈ 56 7 അല്ല, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തോന്നുന്നു. 6 പോകുമ്പോ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഈ പുള്ളിക്കാരൻ ഇല്ല, ഇത് 6 പോവില്ല, 8 ആണെന്ന് തോന്നുന്നു. 8 നമുക്ക് എന്തായാലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 16 ആണ്. 8 ഡിവൈഡഡ് ബൈ 19 9 696. അഗെയിൻ 2 പോവും. ദാറ്റ് വിൽ ബി 14 ഡിവൈഡഡ് ബൈ 4 8. അഗെയിൻ 2 പോവും. therefore 7 ഡിവൈഡഡ് ബൈ 24 -7 by 24. cot 2 theta എന്ന് പറയുന്നത് -7 by 24 ആണ്. 8 പോവുമായിരുന്നു. അപ്പൊ -7 by 24 ആണ് cot 2 theta. പക്ഷെ ഇവിടെ cot 2 theta വാല്യൂസ് അല്ലെങ്കിൽ സൈഡിന്റെ കോസിന്റെ വാല്യൂസ് ഞാൻ ഇന്നലെ ടേബിളിൽ എഴുതി തന്നിരുന്നു. അതില് നമ്മുടെ വാല്യൂ വരുന്നത് 0 1/2 ഇവിടെ 1/√2 √3/2 1/√2 √3/2 1. ഇനി അതെടുത്ത് തിരിയും 1 √3/2 കോസിന്റെ വാല്യൂസ് 1/√2 1/2 0. ഇനി കോട്ടിന്റെ വാല്യൂസ്, ഇത് സൈനിന്റെ വാല്യൂ, ഇത് കോസിന്റെ വാല്യൂ. കോട്ടിന്റെ വാല്യൂ കോസ് ബൈ സൈൻ ആണ് 1/0. ഇയാളെ ബൈ ഇയാള് അത് √3. ഇയാളെ ബൈ ഇയാള് 1. 1/2 ബൈ √3/2 1/√3. 0/1 0. 0/1 0. ഇതാണ് സത്യം പറഞ്ഞാൽ കോട്ടിന്റെ വാല്യൂസ്. ആ കൂട്ടത്തിലൊന്നുമല്ല ഇത്. ആ കൂട്ടത്തിലൊന്നുമുള്ള വാല്യൂസ് അല്ല ഇത്. ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, ആ വാല്യൂ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ നമുക്ക് കൃത്യമായി ഇൻവേഴ്സ് എടുത്ത് 2 theta വാല്യൂ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഈ കൂട്ടത്തിലുള്ള ഒരു വാല്യൂ അല്ല -7/24. ഇതാണ് അപകടം, ഇതാണ് കുഴപ്പം. ശരി, അപ്പൊ നമ്മള് കാര്യത്തിലേക്ക് കടക്കുന്നു. എന്താണെന്നുള്ളത് നോക്കുന്നു. ഇവിടെ നമുക്ക് കോട്ടിന്റെ വാല്യൂ കിട്ടി. കോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. കോട്ടിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഞാൻ ഇത് ജസ്റ്റ് മായ്ക്കുകയാണ്, ഇതിന്റെ ആവശ്യമില്ല നമുക്കിവിടെ. ഞാൻ ജസ്റ്റ് അതിന്റെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം എഴുതിയെന്നേ ഉള്ളൂ. കോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. കോട്ട് നെഗറ്റീവ് ആകുന്നത് ഫസ്റ്റ് കോർഡിനേറ്റിലും ഫോർത്ത് കോർഡിനേറ്റിലും. ഫസ്റ്റ് കോർഡിനേറ്റിലും ഫോർത്ത് കോർഡിനേറ്റിലുമാണ് കോട്ട് നെഗറ്റീവ് ആവുന്നത്. ഓക്കെ ട്ടാ. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി. ശരി, അപ്പോ ഞാനിവിടെ എടുക്കുന്നത് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരി, ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് ടാൻ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് ടാൻ. ട്രിഗ്നോമെട്രി അറിയാന്നുള്ളവർക്ക് അറിയാം, ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. കോട്ട് ഇതിന്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് ഇയാളെ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ
അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് -7-ഉം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 24 ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് -7-ഉം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പൊ ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ, നമ്മുടെ ഫിഗറിൽ വരയ്ക്കുകയാണെങ്കിൽ, അഡ്ജസന്റ് സൈഡ് ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്, ഇതായിരിക്കും നമ്മുടെ ട്രയാങ്കിൾ. ഇവിടെ -7-ഉം ഇവിടെ 24, ഇവിടെ 24. ഇതായിരിക്കും ഇയാളുടെ ഒരു രൂപം, -7-ഉം 24. ഈ -7 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ് ആക്സിസിന്റെ നെഗറ്റീവിലോട്ട് പോകുന്നു എന്ന അർത്ഥത്തിലാണ് കേട്ടോ. എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് പോകുന്നു എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ അതിന്റെ ലെങ്ത് -7 എന്നല്ല. ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, അതാണ് കാര്യം. ഇതാണ് സംഗതി. cot 2 തീറ്റ എന്ന് പറയുന്നത് -7/24 ആവുമ്പോൾ അഡ്ജസന്റ് സൈഡ് -7-ഉം ഓപ്പോസിറ്റ് സൈഡ് 24. അഡ്ജസന്റ് സൈഡ് -7 എന്ന് ഞാൻ എടുത്തത് അത് എക്സ് ആക്സിസിൽ നിന്ന് നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്നതുകൊണ്ടാണ്. ഇത് കൃത്യമായി വരുന്നത് സെക്കൻഡ് കോർഡിനേറ്റിലാണ്. വരുന്നത്, കുഴപ്പമില്ല. ഡൺ. അപ്പൊ ഇനി നമുക്ക് അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അതിന്റെ ഹൈപ്പോട്ട്ന്യൂസ് കണ്ടുപിടിക്കാം. hypotenuse equal to root of adjacent side in the square plus opposite side in the square, that is 7 square plus 24 square. 7 square plus 24 square, that is equal to 49 plus 24 square എന്ന് പറയുമ്പോൾ 24 square 24 square എന്ന് പറയുന്നത് 576 ആണ്. 49 plus 576 625. 625 റൂട്ട് 25. 625 റൂട്ട് 25. അതായത് ഹൈപ്പോട്ട്ന്യൂസിന്റെ ലെങ്ത് 25. ഹൈപ്പോട്ട്ന്യൂസിന്റെ ലെങ്ത് 25. അപ്പൊ അഡ്ജസന്റ് സൈഡ് കിട്ടി, ഓപ്പോസിറ്റ് സൈഡ് കിട്ടി, ഹൈപ്പോട്ട്ന്യൂസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ cos 2 തീറ്റ കണ്ടുപിടിക്കും. cot 2 തീറ്റ അല്ല, cos 2 തീറ്റ കണ്ടുപിടിക്കും. cos 2 തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അതായത് -7/25. cos 2 തീറ്റ എന്ന് പറയുന്നത് -7/25. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. കഴിഞ്ഞു. cos 2 തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു. കോസ് കണ്ടുപിടിച്ച എന്തിനാണെന്ന് പറഞ്ഞുതരാം, നിങ്ങൾക്കത് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. വീണ്ടും ഞാൻ ചെയ്തത് എന്താണെന്ന് നോക്കുക. നമ്മുടെ കോണിക്കിന്റെ ഫോർമുലയിൽ നിന്ന് ABC വാല്യൂകൾ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് cot 2 തീറ്റ കണ്ടുപിടിച്ചു. cot 2 തീറ്റയുടെ വാല്യൂവിന് ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? അതൊരിക്കലും നമ്മുടെ ടേബിളിലുള്ള ഒരു വാല്യൂ ആയിരുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ ഞാൻ cot 2 തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിലുള്ളതിന് അഡ്ജസന്റ് സൈഡ് ആയിട്ടും ഡിനോമിനേറ്ററിലുള്ളതിന് ഓപ്പോസിറ്റ് സൈഡിലുമായിട്ടും എടുത്തു. -7/24. അപ്പൊ അഡ്ജസന്റ് സൈഡ് എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ കാരണം എഴുതി കാണിച്ചു തന്നു. ഒരിക്കലും നെഗറ്റീവ് ഒരു ലെങ്ത് നമുക്ക് നെഗറ്റീവായിട്ട് അളക്കാൻ കഴിയില്ല. ഇവിടെ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ കോർഡിനേറ്റ് നെഗറ്റീവ് എക്സ് ആക്സിസിലോട്ട് ഇളക്കുന്നു എന്നുള്ള നിലയിൽ മൈനസ് എടുത്തു എന്നാണ്. കോട്ട് നെഗറ്റീവ് ആവുന്നത് സെക്കൻഡ് കോർഡിനേറ്റിൽ നെഗറ്റീവ് ആവും. കൃത്യമായ ആ ട്രയാങ്കിൾ സെക്കൻഡ് കോർഡിനേറ്റിലാണ് കിടക്കുന്നത്, കുഴപ്പമില്ല. അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും ഉള്ള സ്ഥിതിക്ക് അത് ഉപയോഗിച്ച് ഹൈപ്പോട്ട്ന്യൂസ് കണ്ടുപിടിച്ചു. ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് അത് 25 ആണ്. അവിടെ നിന്ന് cos 2 തീറ്റയുടെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. cos 2 തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു. നോക്കിക്കോളുക. cos 2 തീറ്റയ്ക്ക് രണ്ട് ഫോർമുലയുണ്ട്. cos 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 cos square theta 2 cos square theta minus 1. cos 2 theta equal to 2 cos square theta minus 1.
and also it is 1 minus 2 sine square theta. 1 minus 2 sine square theta. ഇങ്ങനെ രണ്ട് ഫോർമുല cos 2 തീറ്റയ്ക്ക് ഉണ്ട്. cos 2 theta equal to 2 cos square theta minus 1 and also cos 2 theta equal to 1 minus 2 sine square theta. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റും cos square theta equal to 1 plus cos 2 theta 1 plus cos 2 theta divided by 2. ഈ 1നെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു 1 plus cos 2 theta ആവും, ഈ divided by 2 എടുക്കും. Therefore cos theta equal to root of 1 plus cos 2 theta by 2. ഇനി അതേസമയം ഈ ഫോർമുല വെച്ച് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 minus cos 2 theta divided by 2. Therefore sin theta equal to root of 1 minus cos 2 theta divided by 2. cos 2 theta വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. Therefore this is equal to root of 1 minus 7 by 25 divided by 2. Therefore this is equal to 25 cross multiply ചെയ്യുന്നു. 25 minus 7 is 18. 25 minus 7 is 18. 18 divided by 25 into 2, that is 50. The whole root. That is equal to root of 9 by 25. That is equal to 3 by 5. 3 by 5. റൂട്ട് എടുക്കുന്നതാണ് പ്ലസ് ഓർ മൈനസ് എടുക്കുന്നതാണ്. നിങ്ങൾ നോക്കണം കോസ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് പോസിറ്റീവ് എടുക്കേ, പോസിറ്റീവ് മാത്രമേ എടുക്കുന്നുള്ളൂ, പ്ലസ് ഓർ മൈനസ് എടുക്കുന്നില്ല, പോസിറ്റീവ് എടുക്കുന്നുള്ളൂ. 3/5 മതി. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. cos theta equal to root of 9 by 25, 3/5. ഇനി അടുത്ത് പോസിറ്റീവ് എടുത്താൽ മതി, നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 1 minus cos 2 theta by 2. 1 minus cos 2 theta minus 7/5 ആണ്, പ്ലസ് 7/5 ആവും, 7/25 ആവും, divided by 2. Therefore this will be 25 plus 7. 25 plus 7 is 32 by 25 into 2, 50. That is equal to root of 16 by 50. 16 by 25. 16 by 25. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 4/5. സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ നമുക്ക് കിട്ടി. 3/5 4/5 കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ cos 2 തീറ്റ cot 2 തീറ്റ ഉപയോഗിച്ച് ഞാൻ cos 2 തീറ്റ കണ്ടുപിടിച്ചു. അതിനുശേഷം cos 2 തീറ്റയുടെ ഫോർമുല ഉപയോഗിച്ച് സൈൻ തീറ്റയും കോസ് തീറ്റയും കണ്ടുപിടിച്ചു. ഞാൻ ഇപ്പോഴും തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ടുപിടിക്കാത്തത്. നിങ്ങൾക്കൊരു ഒരു കൗതുകം ഉണ്ടെങ്കിൽ മാത്രം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ സൈഡിൽ കണ്ടുപിടിക്കാം. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 3/5. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 3/5. കോസ് ഇൻവേഴ്സ് 3/5 അതൊരു ഏകദേശം 53 ഡിഗ്രി വരും. 53.1 ഡിഗ്രി 53 ഡിഗ്രി വരും. കോസ് ഇൻവേഴ്സ് ഇയാൾ ഡൺ. അതവിടെ ഇരിക്കട്ടെ, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അതവിടെ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ. അയാൾ അവിടെ ഇരുന്നോട്ടെ. തീറ്റ ഈക്വൽ ടു 53.1 ഡിഗ്രി. പക്ഷെ എനിക്ക് കോസ് തീറ്റയും സൈൻ തീറ്റയും കിട്ടും. നൗ നിങ്ങൾക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു x dash cos theta minus y dash sin theta, and y is equal to
എക്സ് ഡാഷ് സൈൻ തീറ്റ പ്ലസ് വൈ ഡാഷ് കോസ് തീറ്റ. ഈ രണ്ട് ഫോർമുല നമുക്കുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ ജസ്റ്റ് ഇവിടെ കോസ് തീറ്റയുടെ സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ച് അത് ഇവിടെ കൊടുക്കുന്നു. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 3/5 മൈനസ് വൈ ഡാഷ് സൈൻ തീറ്റ ഈക്വൽ ടു 4/5. Therefore, this is equal to 3x dash minus 4y dash the whole divided by 5. ഇനി ഇവിടെ y കൊടുക്കുകയാണെങ്കിൽ എക്സ് ഡാഷ് ഇൻറ്റു സൈൻ തീറ്റ 4/5 പ്ലസ് വൈ ഡാഷ് ഇൻറ്റു കോസ് തീറ്റ 3/5. Therefore, y is equal to 4x dash plus 3y dash, 4x dash plus 3y dash divided by 5. എക്സിന്റെ വൈന്റെ വാല്യൂ എക്സിന്റെ വൈന്റെ വാല്യൂ ഡൺ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്ക്, 153 ഇൻറ്റു എക്സ് സ്ക്വയർ നടക്കുന്നു 3x dash minus 4y dash divided by 5 the whole square minus 192 into x into y 3x dash plus 4y dash divided by 5 into 4x dash plus 3y dash divided by 5 plus 97 into 4x dash plus 3y dash divided by 5 the whole squared minus 30 into 3x dash minus 4y dash divided by 5 plus minus minus 40 into 4x dash plus 3y dash divided by 5 minus 200 equal to 0 ആണ്. അതിനെ ഞാൻ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഈക്വൽ ടു 200 ആവും. മൈനസ് 200 ഈക്വൽ ടു 0 ആണ്, അത് ഈക്വൽ ടു 200 ആക്കി. ഡൺ. ഇനി ഇവിടെ ഞാൻ സ്ക്വയർ ചെയ്യുന്നു. ഇവിടെ ഞാൻ സ്ക്വയർ ചെയ്യുമ്പോൾ താഴെ 5 സ്ക്വയർ 25 ആണ്. അപ്പൊ അത് 153 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ 25 അത് ഞാൻ പുറത്തേക്ക് എടുത്തു. a minus b the whole square ഫോമാറ്റിൽ എക്സ്പാൻഡ് ചെയ്തു. 9x സ്ക്വയർ 3x ഡാഷ് the whole square 9x dash square minus 2 into 3x dash into 4y dash. 3 into 4 is 12. 12 into 2 is 24. 24 x dash y dash minus 4y dash the whole square is equal to 16y dash square. 16y dash square. കഴിഞ്ഞു. ഇനി ഇവിടെയും താഴെ 5 into 5 ഉണ്ട്. 5 into 5 25 ആണ്. 192/25 ഇൻറ്റു ഇയാളെ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, തെറ്റിപ്പോയതാണ്. ഇവിടെ മൈനസ് ആയിരുന്നു, തെറ്റിപ്പോയതാണ്. പ്ലസ് ഇട്ട് കളഞ്ഞു. -4 ഓക്കെ, മൈനസ് ആയിരുന്നു കേട്ടോ. ഇവിടെ കിടക്കുന്ന എക്സിന്റെ വാല്യൂ മൈനസ് ആയിരുന്നു. 3x dash into 4x dash is 12x dash square. 12x dash square. 3x dash into 3y dash is equal to 9x dash y dash. 9x dash y dash. ഇനി ഇവിടെ -4y dash into plus 4y dash is equal to -16x dash y dash. 4y dash into -4y dash into 3y dash is equal to -12y dash square. -12y dash square plus 97/5 square. 5 square 25. 97/25 into ഇയാളെ എക്സ്പാൻഡ് ചെയ്യുന്നു. 16x dash square plus 2 into 4 into 3 that is 12 into 2 24. 24 into x dash y dash plus 3y dash square is 9y dash square. 9y dash square കഴിഞ്ഞു. പ്ലസ് പ്ലസ് അല്ല, മൈനസ് ആണ്. -30/5. 30/5 6 ആണ്. 6 into 3x dash minus 4y dash 40/5 അത് 8 ആണ്. -8 into 4x dash plus 3y dash equal to 200.
ഈക്വൽ ടു 200. ആവശ്യത്തിൽ കൂടുതൽ സോൾവ് ചെയ്യാനുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ എന്തായാലും സോൾവ് ചെയ്യാനുണ്ട്, സൂക്ഷിക്കും. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോവുകയാണ്. നമുക്കിവിടെ ആദ്യത്തെ ടേം 153/25 ഇൻറ്റു 9x' minus 24 into x' plus 16y' minus 192/25 into നമുക്കിവിടെ 12x' ഉണ്ട്. 12x' ഉണ്ട്. 9x' minus 16x' അത് രണ്ടും കൂടെ ചേർന്നിട്ട് -7x' ആവും. -7x' ആവും. പിന്നെ അതിനുശേഷം -12y' പ്ലസ് 97/25 into 16x' plus 24x' plus 9y' കഴിഞ്ഞു. ബാക്കി -6 into അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 into 3 is -18x', -6 into -4 is plus 24y', -8 into 4 is -32x', -8 into 3 is -24y' equal to 200. മോർ സിംപ്ലിഫിക്കേഷൻ നോക്കുക. നമ്മൾ എല്ലാം കൂടെ വാരി വലിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യരുത്, ട്രിക്ക് കൊണ്ട് സൂക്ഷിക്കുക. ആദ്യം x'² ആൾക്കാരെ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. x'². 153/25 into 9. 153/25 into 9 x'² കോഎഫിഷ്യന്റ് ആയിട്ട് വരും. ഇവിടെ x'² ഇല്ല, ഇവിടെ x'² ഇല്ല, ഇവിടെ x'² ഉണ്ട്. അത് -192/25 into 12 x'². ഇനി ഇവിടെ ഒന്നും x'² ഇല്ല, ഇവിടെ x'² ഉണ്ട്. പ്ലസ് 97/25 into 16 x'². ടേമായി. ഇവിടെ ഒന്നും പിന്നെ x'² ഇല്ല, കഴിഞ്ഞു. ഇതാണ് x'² കോഎഫിഷ്യന്റ്. x'² കോഎഫിഷ്യന്റ് ആണ് നിങ്ങൾ ഈ കണ്ടത്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്ലസ് ഇനി y'² കോഎഫിഷ്യന്റ് നോക്കാം. സോറി, x'(y') കോഎഫിഷ്യന്റ് നോക്കാം. എന്താണ്? -153/25 into 24. -24 ആണ് അവിടെ. ഇയാളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാവും. ഇനി ഇവിടെ നോക്കാം x'(y') -7 into -192/25 അപ്പൊ പ്ലസ് 192/25 into 7. ഇനി ഇവിടെ നോക്കാം, നടക്കുന്നു. ഇവിടെ 97/25 into 24. ഇവിടെ ഒന്നും x'(y') ടേം ഇല്ല, x'(y'). ഇനി y'² ആൾക്കാർ അതാ നടക്കുന്നത്. y'². 153/25 into 16. ഇനി ഇവിടെ നോക്കുമ്പോൾ മൈനസും കൂടെ പ്ലസ് ആവും. പ്ലസ് 192/25 into 12. ഇനി അടുത്ത് ഇവരും കൂടെ പ്ലസ് 97/25 into 9 the whole into y'². പ്ലസ് ഇവിടെ -18x' -32x' is -50x'. 24y' -24y' ക്യാൻസൽ ആവും. ബാക്കി 2. കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു കോഎഫിഷ്യന്റിനെ സിംപ്ലിഫൈ ചെയ്യുന്നു.
153 into 9. 153 into 9 is 1377 minus 192 into 12 is 2304. At the 97 into 16 is 1552. എല്ലാവരുടെയും ഡിനോമിനേറ്റർ 25 ആണ്. Therefore, this is x dash square by 25 plus. ഇനി അടുത്ത 153 into 24. 153 into 24 is minus 3672. 192 into 7. 192 into 7 is 1344. 1344. At the 97 into 24 is 2328. 2328. X dash y dash by 25. X dash y dash by 25. Plus. Either 153 into 16. 153 into 16. 2448 plus 192 into 12. 2304. 97 into 9. 873. Whole divided by y dash square by 25. Y dash square by 25. Minus 50 x dash equal to 200. Equal to 200. Okay. Now, നെക്സ്റ്റ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. 1377 മൈനസ് 3 സോറി, നമ്മളവിടെ ബ്രാക്കറ്റിൽ എഴുതിയതാണ്. 1377 മൈനസ് 2304 പ്ലസ് 1552. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ 1377 മൈനസ് 2304 പ്ലസ് 1552 ചെയ്യുമ്പോൾ നമുക്ക് 625 വരും. 625 വരും. 625 by 25 x dash square. 625 by 25 x dash square. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ മൈനസ് 3672 പ്ലസ് 1344 പ്ലസ് 2328 മൈനസ് 3672 പ്ലസ് 1344 പ്ലസ് 1344 പ്ലസ് 2328 എന്ന് പറയുന്നത് 0 into x dash y dash. 0 into x dash y dash plus finally 2448 plus 2304 plus 873 എന്ന് പറയുന്നത് 5625 by 25 into y dash square എന്ന് വരും. 5625 into y dash square by 25 എന്ന് വരും. ബാക്കി minus 50 x dash equal to 200. ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് 25 വരും. 25 x dash square. ഇത് 0 ആണ്, ഇത് ക്യാൻസൽ ആയി പോവും. ബാക്കി 5625 by 25 ഡിവൈഡ് ചെയ്ത് കളയാം. 25 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഇത് 2 തവണ വരും. ബാക്കി 6 വരും. 62 2 തവണ വരും. 12 125 5 തവണ വരും. y dash square minus 50 x dash equal to 200.
ഡൺ. നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ആളെ വളരെയധികം സിംപ്ലിഫൈ ചെയ്ത് ഇതുവരെ കൊണ്ടെത്തിച്ചു. മുഴുവനായിട്ട് 25 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ 25 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയുന്നു. 25 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇവിടെ 9 വരും. 9 y dash square minus 2x dash equal to 8. ഇതാണ് സംഭവിച്ചത്. ഈ കോണിക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ എക്സ് ഡാഷ് സ്ക്വയർ ഉണ്ട്, -2x ഡാഷ് ഉണ്ട്. ഇതൊരു കോണിക്കിന്റെ ഫോം ആയിട്ടില്ല. എക്സ് ഡാഷ് സ്ക്വയർ ഉണ്ട്, -2x ഡാഷ് ഉണ്ട്. എക്സ് ഡാഷിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, അതിന്റെ പകുതി 1 ആണ്, അതിന്റെ സ്ക്വയർ 1 ആണ്. അതുകൊണ്ട് കൂട്ടി. ഇവിടെ y ഡാഷിന്റെ ടേം ഇല്ല. ഇവിടെ 1 കൂട്ടിയ സ്ഥിതിക്ക് ഇവിടെയും 1. ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമാറ്റിലാണ് ഇരിക്കുന്നത്. എക്സ് ഡാഷ് -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 y ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 പ്ലസ് 1 9. 9 കൊണ്ട് മുഴുവനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് ഡാഷ് -1 ദ ഹോൾ സ്ക്വയർ ബൈ 9 പ്ലസ് y ഡാഷ് ദ ഹോൾ സ്ക്വയർ ബൈ 1 ഈക്വൽ ടു 1. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരു എലിപ്സ് ആണ്. ഇത് ഒരു എലിപ്സ് ആണ്. എലിപ്സ് ട്രാൻസലേറ്റഡ് എലിപ്സ് ആണ്. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് 1,0 അല്ല. ട്രാൻസലേറ്റഡ് എലിപ്സ് ആണ് 1,0 ആൻഡ് യുവർ മേജർ ആക്സിസ് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. മേജർ ആക്സിസ് എക്സ് ആക്സിസ് അല്ല, എക്സ് ഡാഷ് ആക്സിസിന് പാരലൽ ആണ്. നമുക്ക് 5 പേജ് ഇവിടെ സോൾവ് ചെയ്യാനുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. സ്റ്റെപ്സ് ഇവിടെ ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ട്, അതാണ് പ്രശ്നം, വേറെ കുഴപ്പങ്ങളൊന്നും. ഫസ്റ്റ് ഓഫ് ഓൾ ABC വാല്യൂകൾ ഐഡന്റിഫൈ ചെയ്യുക. cot 2 θ കണ്ടുപിടിക്കുക. ഫോർമുലയുണ്ട്. കോട്ടിന്റെ വാല്യൂ ടേബിളിലുള്ള വാല്യൂ അല്ല, അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കുഴപ്പം. അങ്ങനെയാണെങ്കിൽ കോട്ടിന്റെ വാല്യൂ എഴുതി വെച്ചു. കോട്ട് നെഗറ്റീവ് ആവുന്നത് ഫസ്റ്റ് കോർഡിനേറ്റിലും ഫോർത്ത് കോർഡിനേറ്റിലുമാണ്. ഞാൻ ഫസ്റ്റ് കോർഡിനേറ്റ് ആണ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ച് കാണിച്ചു തന്നു നിങ്ങൾക്ക്. നെഗറ്റീവ് ആവുന്നത് വേറൊന്നും കൊണ്ടല്ല, നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ ഉപയോഗം കൊണ്ടാണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് -7, ഓപ്പോസിറ്റ് സൈഡ് 25. അതുവഴി ഞാൻ ഹൈപ്പോട്ടെന്യൂസ് കണ്ടുപിടിച്ച് 25. അങ്ങനെയാണെങ്കിൽ cos 2 θ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടെന്യൂസ് ആണ്. അപ്പൊ -7/25 എഴുതും. cos 2 θയ്ക്കുള്ള 2 ഫോർമുലകളുണ്ട്. അത് വെച്ച് cos θയും sin θയും കണ്ടുപിടിച്ചു. തീറ്റയുടെ വാല്യൂ എനിക്ക് ഇവിടെ വേണ്ട, പക്ഷെ എങ്കിലും ഞാൻ തീറ്റ ഒന്ന് ജസ്റ്റ് അവിടെ എഴുതി വെച്ചു. 53 ഡിഗ്രി. 53 ഡിഗ്രിയാണ് നമ്മുടെ cos θ. സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ കണ്ടുപിടിച്ച് നമ്മുടെ എക്സിന്റെയും വൈന്റെയും ഫോർമുലയിൽ ഇട്ട് കൊടുത്ത് എക്സിന്റെയും വൈന്റെയും എക്സ് ഡാഷിലും വൈ ഡാഷിലുള്ള ഫോമാറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ അതിനെ എടുത്ത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ കൊടുത്തു. ആവശ്യത്തിൽ കൂടുതൽ സോൾവിംഗ് കൊണ്ട് സൂക്ഷിച്ചും കണ്ട് ചെയ്യണം. വാരി വലിച്ച് ചെയ്യരുത്. എക്സ് ഡാഷിന്റെ ആൾക്കാരെയൊക്കെ ഒരുമിച്ചെടുത്ത് വൈ ഡാഷിന്റെ ആൾക്കാരെയൊക്കെ ഒരുമിച്ചെടുത്ത് എക്സ് ഡാഷ് വൈ ഡാഷിന്റെ ആൾക്കാരെയൊക്കെ ഒരുമിച്ചെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് ചെയ്തു. കൃത്യമായി നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ക്രോസ് പ്രോഡക്റ്റ് ടേം എലിമിനേറ്റ് ആയി പോയത്. ക്രോസ് പ്രോഡക്റ്റ് ടേം 0 കോഎഫിഷ്യന്റ് 0 ആയി അത് എലിമിനേറ്റ് ആയി പോയത് നിങ്ങൾ കണ്ടു. അത് നമുക്ക് വേണം, അത് അത്യാവശ്യമുള്ള കാര്യമാണ്. ക്രോസ് പ്രോഡക്റ്റ് ടേം എലിമിനേറ്റ് ആയി പോകാനാണ് നമ്മൾ ഈ കടത്ത് കഷ്ടപ്പെട്ടതെല്ലാം. അത് എലിമിനേറ്റ് ആയി പോയിട്ടില്ലേ നിങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി. അപ്പൊ എലിമിനേറ്റ് ആയി പോയി, നമുക്കിത് കിട്ടി. അതിനുശേഷം നോക്കിയപ്പോൾ എക്സ് ഡാഷ് സ്ക്വയറും ഉണ്ട് 2x ഡാഷും ഉണ്ട്. അതായത് ട്രാൻസ്ലേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് കൂടെ ചെയ്ത് അവസാനിപ്പിച്ചു. അതൊരു എലിപ്സ് ആണ്. റൊട്ടേഷൻ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത എലിപ്സ് ആണ്. ശരി, നമുക്ക് എന്തായാലും ഫിഗർ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരയ്ക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ് ഞാൻ വരയ്ക്കുന്നു. നമ്മുടെ ഒറിജിനൽ കോർഡിനേറ്റ് ആക്സിസ്, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കും.
എക്സ് ആക്സസും വൈ ആക്സസും കാണുന്നു. നമ്മുടെ റൊട്ടേഷൻ സംഭവിക്കുന്നത് 53 ഡിഗ്രിയിലാണ്. 53 ഡിഗ്രി. 53 ഡിഗ്രി എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിക്ക് തൊട്ട് താഴെ, 60 ഡിഗ്രിക്ക് തൊട്ട് താഴെയാണ് കിടക്കുന്നത്. 53 ഡിഗ്രിക്കാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളത്. 53 ഡിഗ്രിക്കാണ് റൊട്ടേറ്റ് ചെയ്യാനുള്ളത്. ആ, 53 ഡിഗ്രിക്കാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക, ഈ ആക്സസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം അടുത്ത ആക്സസ്. അതനുസരിച്ച് വേണം വരയ്ക്കാൻ. ഡൺ. വരച്ചു. ഡൺ. കഴിഞ്ഞു. 53 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് പുതിയ ആക്സസ് വരച്ചു. എക്സ് ഡാഷ് വൈ ഡാഷ് ആക്സസുകളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ആക്സസിൽ നമ്മൾ 1,0 എന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. സെന്റർ 1,0 ആണ്. സെന്റർ 1,0 ആണ്. 1,0 എന്ന പോയിന്റ് മാർക്ക് ചെയ്യണം പുതിയതില്. 1,0. എക്സ് ഡാഷ് ആക്സസിൽ നിന്ന് 1 ഡിസ്റ്റൻസ്. ഇത് എക്സ് ആക്സസ് ആണ്, ഇത് വൈ ആക്സസ് ആണ്, ഇത് എക്സ് ഡാഷ് ആക്സസും ഇത് വൈ ഡാഷ് ആക്സസും ആണ്. ഈ എക്സ് ഡാഷ് ആക്സസിൽ 1 ഡിസ്റ്റൻസ് പോകണം, വൈ ഡാഷ് ആക്സസിൽ 0 ഡിസ്റ്റൻസ് പോകണം. എക്സ് ഡാഷ് ആക്സസിൽ 1 ഡിസ്റ്റൻസും വൈ ഡാഷ് ആക്സസിൽ 0 ഡിസ്റ്റൻസ് പോകണം. ഇതാണ് നമ്മുടെ സെന്റർ. ഇതാണ് നമ്മുടെ സെന്റർ. മേജർ ആക്സിസ് എക്സ് ഡാഷിന്റെ പാരലൽ ആണ്. മേജർ ആക്സിസ് എക്സ് ഡാഷ് തന്നെയാണ്. എക്സ് ഡാഷിന്റെ താഴെ കിടക്കുന്നത് 9 ആണ്. അതായത് 3 സ്ക്വയർ ആണല്ലോ 9. അപ്പൊ 3 ഡിസ്റ്റൻസ് മുന്നിലേക്ക് ഇങ്ങോട്ട് പോകണം. 3 ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് പോകണം. 3 ഡിസ്റ്റൻസ് പിന്നിലേക്ക് പോകണം. 3 ഡിസ്റ്റൻസ് പിന്നിലേക്ക് പോകണം. വൈയുടെ താഴെ കിടക്കുന്നത് 1 ആണ്. അപ്പൊ 1ന്റെ റൂട്ട് 1 തന്നെയാണ്. അപ്പൊ 1 ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് നമ്മുടെ സെന്ററിൽ നിന്ന് മുകളിലേക്ക് പോകണം. സെന്ററിൽ നിന്നാണ് പോകേണ്ടത്. സെന്ററിൽ നിന്ന് മുകളിലും താഴേക്കും പോകണം. സെന്ററിൽ നിന്ന് 1 ഡിസ്റ്റൻസ് മുകളിലേക്കും താഴേക്കും പോകണം. കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ വരയ്ക്കേണ്ടത് എക്സ് ഡാഷിനും വൈ ഡാഷിനും ഉള്ള റെക്റ്റാങ്കിൾ ആണ്. ഒരിക്കലും എക്സും വൈക്കും വരയ്ക്കരുത്. നമ്മൾ റൊട്ടേഷൻ നടത്തി കഴിഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വരും. ഒരിക്കലും വരച്ച് കളയരുത്. ഇങ്ങനെ വേണം വരയ്ക്കാൻ. നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി നിങ്ങൾക്കറിയാം. ജസ്റ്റ് ആ റെക്റ്റാങ്കിളിന്റെ ഓരോ സെക്ഷനിലും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ റിക്വയർഡ് എലിപ്സ്. നമ്മുടെ റിക്വയർഡ് എലിപ്സ് എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ. ഈ ചരിഞ്ഞിരിക്കുന്ന ഈ എലിപ്സ് ആണ് നമ്മുടെ ആവശ്യമുള്ള ആൾ. നമുക്ക് ജസ്റ്റ് ഇവിടെ ടെക്സ്റ്റിൽ വരച്ച ഫിഗർ നോക്കാം. ടെക്സ്റ്റിൽ വരച്ച ഫിഗർ ആണ്. ഇതാണ് ടെക്സ്റ്റിൽ വരച്ച ഫിഗർ. അപ്പൊ നമ്മൾ ഏകദേശം അവിടെ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഫിഗർ തന്നെയാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. കഴിഞ്ഞു. ഇതാണ് കൺക്ലൂഷൻ. ഏകദേശം 6 പേജാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ എഴുതി പഠിക്കുക. ഇതിനേക്കാൾ വലിയ പ്രോബ്ലംസ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് പഠിക്കുക.